ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രെഡിറ്റ് ക്രിയേഷൻ ആണ്. ആദ്യം എന്താണ് ക്രെഡിറ്റ് ക്രിയേഷൻ നോക്കാം. ക്രെഡിറ്റ് ക്രിയേഷൻ സെപ്പറേറ്റ്സ് എ ബാങ്ക് ഫ്രം അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇൻ സിമ്പിൾ ടേംസ് ക്രെഡിറ്റ് ക്രിയേഷൻ ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് ബാങ്ക് ഡെപ്പോസിറ്റ്. ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്ക് ഡെപ്പോസിറ്റ് എക്സ്പാൻഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്നറിയപ്പെടുന്നത്. ദ എൻറ്റയർ സ്ട്രക്ചർ ഓഫ് ബാങ്കിങ് ഈസ് ബേസ്ഡ് ഓൺ ക്രെഡിറ്റ്. നമുക്കറിയാം ഒരു ബാങ്കിങ് സ്ട്രക്ചർ, ഒരു ബാങ്കിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബേസ് ചെയ്യുന്നത് ക്രെഡിറ്റിനെയാണ് അല്ലെ. ക്രെഡിറ്റ് ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു ബാങ്ക് അതിൻ്റെ ഫംഗ്ഷനിങ് നടത്തുന്നത്. ക്രെഡിറ്റ് ബേസിക്കലി മീൻസ് ഗെറ്റിംഗ് ദ പർച്ചേസിംഗ് പവർ നൗ ആൻഡ് പ്രോമിസിംഗ് ടു പേ അറ്റ് സം ടൈം ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ അതായത് നമുക്ക് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പർച്ചേസിംഗ് പവർ കിട്ടുകയാണ് അല്ലെ. ക്രെഡിറ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു ഗെറ്റ് എ പർച്ചേസിംഗ് പവർ ആൻഡ് പ്രോമിസ് ടു പേ അറ്റ് സം ടൈം ഇൻ ദ ഫ്യൂച്ചർ. നമ്മളത് പിന്നീട് പേ ചെയ്യാൻ പാകത്തിൽ നമ്മളൊരു ലോൺ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്കതിനെ ക്രെഡിറ്റ് നമുക്ക് പറയാം. ബാങ്ക് ക്രെഡിറ്റ് മീൻസ് ബാങ്ക് ലോൺ ആൻഡ് അഡ്വാൻസ്. അപ്പം ബാങ്ക് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണ് നമുക്കിവിടെ ബാങ്ക് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് ക്രിയേഷൻ പ്രോസസ്സിന് നമുക്ക് രണ്ട് രീതിയിൽ അനലൈസ് ചെയ്യാം. ഒന്ന് ക്രെഡിറ്റ് ക്രിയേഷൻ ബൈ എ സിംഗിൾ ബാങ്ക് ആണ്. സെക്കൻഡ് ക്രെഡിറ്റ് ക്രിയേഷൻ ബൈ എ ബാങ്കിങ് സിസ്റ്റം ആസ് എ ഹോൾ. അപ്പോൾ ക്രെഡിറ്റ് ക്രിയേഷൻ ബൈ എ സിംഗിൾ ബാങ്ക്, ഒരു സിംഗിൾ ബാങ്കിൻ്റെ ക്രെഡിറ്റ് ക്രിയേഷൻ പ്രോസസ്സ് നമുക്ക് അനലൈസ് ചെയ്യാം. അതേപോലെ ക്രെഡിറ്റ് ക്രിയേഷൻ ബൈ ദ ബാങ്കിങ് സിസ്റ്റം ആസ് എ ഹോൾ, എല്ലാ ബാങ്കുകളും കൂടെ നമുക്ക് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ക്രെഡിറ്റ് ക്രിയേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ക്രെഡിറ്റ് ക്രിയേഷൻ ബൈ എ സിംഗിൾ ബാങ്ക് ആണ്. ഒരു സിംഗിൾ ബാങ്കിൻ്റെ ക്രെഡിറ്റ് ക്രിയേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് ക്രിയേഷൻ ബൈ എ സിംഗിൾ ബാങ്ക് നോക്കാം. അപ്പോൾ സിംഗിൾ ബാങ്ക് സിസ്റ്റം കാണിക്കാനായിട്ട് നമുക്കിവിടെ ഒരു ടേബിൾ വെച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ ക്രെഡിറ്റ് ക്രിയേഷൻ ചാർട്ട് പ്രസൻറ്റ് ചെയ്യുകയാണ്. ഫസ്റ്റ് തന്നെ അതിൽ ഫസ്റ്റ് കോളത്തിൽ പേഴ്സൺ എ, പേഴ്സൺ ബി, പേഴ്സൺ സി, പേഴ്സൺ ഡി എക്സെട്ര ലാസ്റ്റ് നമ്മൾ ടോട്ടൽ കൊടുത്തിട്ടുണ്ട്. പേഴ്സൺ ഡി വരെയാണ് നമ്മൾ ഈ ഒരു ക്രെഡിറ്റ് ക്രിയേഷൻ പ്രോസസ്സ് പ്രസൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന 4 പാർട്ടിയായിട്ട്, അതായത് 4 പേഴ്സണായിട്ട് നമ്മളവിടെ എടുത്തിരിക്കണം. സെക്കൻഡായിട്ട് പ്രൈമറി ഡെപ്പോസിറ്റ്, എത്രയാണ് അവരുടെ ഡെപ്പോസിറ്റ് എമൗണ്ട് ആണ് സെക്കൻഡ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. പ്രൈമറി ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ നമുക്ക് പറയാം ഇനിഷ്യൽ ഡെപ്പോസിറ്റ്, ഇനിഷ്യൽ പ്രൈമറി ഡെപ്പോസിറ്റ് ആണ് ഈ ഒരു സെക്കൻഡ് കോളത്തിൽ ഫസ്റ്റ് വൺ. പ്രൈമറി ഡെപ്പോസിറ്റ് ആണ് നമ്മുടെ സെക്കൻഡ് കോളം. തേർഡ് കോളത്തിൽ ക്യാഷ് റിസർവ് ആണ്. ക്യാഷ് റിസർവ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമ്മളിവിടെ ക്യാഷ് റിസർവ് ആയിട്ട് ഒരു വാല്യൂ അസ്യൂം ചെയ്തിരിക്കുകയാണ്. ഇവിടെ വാല്യൂ ആയിട്ട് 20% ആണ് ക്യാഷ് റിസർവ് ആയിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന അസ്യൂംഡ് വാല്യൂ. നമുക്ക് ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു റൗണ്ടഡ് ഫിഗർ കൊടുത്തിരിക്കുന്നത്. ക്രെഡിറ്റ് ക്രിയേഷൻ ഓർ ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ്, ക്രെഡിറ്റ് ക്രിയേഷൻ നടക്കുന്ന ആ വാല്യൂ ആണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന നമ്മുടെ ലാസ്റ്റ് കോളം, ഫോർത്ത് കോളം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ പേഴ്സൺ എ, ആദ്യത്തെ ഇൻഡിവിജ്വലിൻ്റെ ഡെപ്പോസിറ്റ് ആണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. പ്രൈമറി, ഇനീഷ്യൽ പ്രൈമറി ഡെപ്പോസിറ്റ് എത്രയാണ് എമൗണ്ട് നോക്കിയേ, ₹1000 ആണ്. 1000 rupees ആണ് എ എന്ന് പറയുന്ന പേഴ്സൻ്റെ ഇനീഷ്യൽ പ്രൈമറി ഡെപ്പോസിറ്റ്. ഈ ഒരു 1000 rupees എന്ന് പറയുന്ന ഈ ഡെപ്പോസിറ്റ് വെച്ചുകൊണ്ടാണ് ഈ കൊമേഴ്ഷ്യൽ ബാങ്ക് ഇവിടെ ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്നത്. അല്ലെങ്കിൽ ക്രെഡിറ്റ് ക്രിയേഷൻ നടത്തുന്ന ഒരു ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ആണ് ₹1000. അപ്പോൾ ബാങ്കിൻ്റെ കൈവശം ഉള്ള ക്രെഡിറ്റ് ക്രിയേഷൻ നടത്താനായിട്ട് ലോൺ അഡ്വാൻസ് ചെയ്യാനുള്ള ബാങ്കിൻ്റെ കൈവശമുള്ള ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഈ ₹1000 മാത്രമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ പേഴ്സൺ എയുടെ കയ്യിലുള്ള ഇനീഷ്യൽ പേഴ്സൺ എയുടെ ഡെപ്പോസിറ്റ് ആയിട്ടുള്ള ₹1000 ആണ് ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഇനീഷ്യൽ പ്രൈമറി ഡെപ്പോസിറ്റ്. ഈ 1000 rupeesനെയാണ് ബാങ്ക് എന്തായിട്ട് മാറ്റുന്നത്, ക്രെഡിറ്റ് ക്രിയേഷൻ ആക്കിയിട്ട് അല്ലെങ്കിൽ ക്രെഡിറ്റുകളാക്കി കൺവേർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 1000 rupees ഒരാൾ പേഴ്സൺ എ അയാളുടെ ഡെപ്പോസിറ്റ് ആയിട്ട് അയാൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ 20% കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യുന്നു, CRR ആയിട്ട് മാറ്റിവെക്കുന്നു. 1000 rupeesൻ്റെ 20% CRR ആയിട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക് റിസർവ് വയ്ക്കുന്നു. 20% 1000 rupeesൻ്റെ 20% എന്ന് പറയുമ്പോൾ 200 rupees റിസർവ് ആക്കി വെക്കുന്നു. ബാലൻസ് എത്ര രൂപയുണ്ട്, 800 rupees ഉണ്ട്. ഈ 800 rupees എന്ന് പറയുന്നത്
ബാങ്കിനെ സംബന്ധിച്ച് ക്രെഡിറ്റ് ക്രിയേഷന് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന എമൗണ്ട് ആണ്. എക്സസ് ആയിട്ടുള്ള റിസർവ് ആണ്. 1000 റുപ്പീസ് ഇട്ടു, അതിൽ 200 റുപ്പീസ് 20% റിസർവ് ആക്കി മാറ്റിവെച്ചു, CRR ആയിട്ട് മാറ്റിവെച്ചു. ബാലൻസ് ഉള്ള 800 റുപ്പീസ് എന്ന് പറയുന്നതാണ് ക്രെഡിറ്റ് ക്രിയേഷൻ. നമുക്കതിൻ്റെ താഴെ എക്സ്പ്ലനേഷൻ നോക്കാം. ഇവിടെ CRR 20% ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇഫ് എ പേഴ്സൺ ഡെപ്പോസിറ്റ്, ആദ്യത്തെ ഒരു ഇൻഡിവിജ്വൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുവാണ്, 1000 റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്യണു ബാങ്കിൽ. ബാങ്ക് അതിൻ്റെ 20%, അതായത് 200 റുപ്പീസ് ക്യാഷ് റിസർവ് ആയിട്ട് മാറ്റിവെച്ചു. ദെൻ റിമൈനിങ് 800 റുപ്പീസിന് ബാങ്കിനെ സംബന്ധിച്ച് 800 റുപ്പീസ് എന്ത് ചെയ്യാം, വേറൊരാൾക്ക് ലോണായിട്ട് കൊടുക്കാം. ബാങ്കിന് ഐഡിലായിട്ട് വെക്കേണ്ട കാര്യമില്ല കൈവശം. ബാങ്കിന് ഐഡിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും, ആ എമൗണ്ടിന്, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തിരിക്കുകയാണ്, 1000 എന്നുള്ള ഒരു എക്സാമ്പിൾ മാത്രം, അത് 10 ലാക്കോ 20 ലാക്കോ 50 ലാക്കോ എത്ര വേണമെങ്കിലും വരാം. ഡെപ്പോസിറ്റ് എന്താണോ അതിൽ നിന്ന് എങ്ങനെയാണ് ക്രെഡിറ്റ് ക്രിയേഷൻ നടത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനാണ്. ഇപ്പോൾ ഒരു ഏറ്റവും ചെറിയ എമൗണ്ട് ആണ് നമ്മൾ കൊടുത്തത്, 1000 റുപ്പീസ്. അപ്പോൾ റിമൈനിങ് 800 അനദർ പേഴ്സൺ ബി എന്ന് പറയുന്ന ഇൻഡിവിജ്വലിന് ലോണായിട്ട് ആർക്ക് കൊടുക്കാം, ബാങ്കിന് കൊടുക്കാം. അപ്പോൾ ലോണായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതെങ്ങനെയാണ് ലോണായിട്ട് ബാങ്ക് കൊടുക്കുന്നത്, പേഴ്സൺ ബിക്ക് ലോണായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു ക്രെഡിറ്റ് അക്കൗണ്ട് തന്നെയാണ് ഓപ്പൺ ചെയ്യുക. നമ്മളൊരു ലോൺ ബാങ്കിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് ആ ലോൺ എന്ന് പറയുന്നത് നമുക്കൊരു കടമായിട്ട് തരുന്നത് പോലെയല്ല. ആ ലോൺ എന്ന് പറയുന്നത് നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത്, അല്ലെ, ഒരു ലോൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ആ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടാണ് എന്ത് തരുന്നത്, നമുക്ക് ആ എമൗണ്ട് തരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് നോക്കാം, ദേ ഓപ്പൺ എ ക്രെഡിറ്റ് അക്കൗണ്ട് ഇൻ ദ ബോറോവേഴ്സ് നെയിം. ആരാണോ കടമെടുക്കുന്നത് അയാളുടെ പേരിൽ ഒരു ക്രെഡിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ പേഴ്സൺ ബി എന്ന് പറയുന്ന ഇൻഡിവിജ്വലിൻ്റെ ക്രെഡിറ്റ് ആയിട്ടാണ് എന്ത് കാണിക്കുന്നത്, നമ്മുടെ 800 റുപ്പീസ്. ഈ 800 റുപ്പീസ് ബാങ്കിൻ്റെ പണമാണോ? അല്ല. എ എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിൻ്റെ 200 CRR ആയിട്ട് മാറ്റി വെച്ചതിന് ശേഷമുള്ള 800 റുപ്പീസാണ് പേഴ്സൺ ബിക്ക് ലോണായിട്ട് കൊടുത്തത്. ഓക്കെ, അപ്പോൾ അത് അയാളുടെ ക്രെഡിറ്റ് ആണ്, അല്ലെ, അയാളുടെ അക്കൗണ്ടിലേക്ക് ലോൺ എമൗണ്ട് ആണെങ്കിൽ പോലും അത് ക്രെഡിറ്റ് ആയിട്ടാണ് നമ്മൾ പറയാം. അപ്പോൾ 800 നിന്ന് വീണ്ടും എന്ത് ചെയ്യണം, CRR മാറ്റി വയ്ക്കണം. ബാങ്ക് CRR മാറ്റി വെച്ചു, CRR 20% മാറ്റി വെച്ചു. അപ്പോൾ 160 റുപ്പീസ് മാറ്റി, ബാലൻസ് 640 വീണ്ടും ബാങ്കിനെ സംബന്ധിച്ച് എന്താണ്, ക്രെഡിറ്റ് ക്രിയേഷന് വേണ്ടി മാറ്റിവെക്കാം, അല്ലേ, ലോണായിട്ട് മാറ്റിവെക്കാം. സിമിലർലി ദ ബാങ്ക് കീപ്സ് 20% ഓഫ് റുപ്പീസ് 800, ദാറ്റ് ഈസ് റുപ്പീസ് 800ൻ്റെ 20% എന്ന് പറയുന്ന 160 മാറ്റിവെച്ചു, റിസർവ് ആയിട്ട് വെച്ചു. ആൻഡ് അഡ്വാൻസ് ദ റിമൈനിങ് റുപ്പീസ് 640 ആർക്ക് കൊടുക്കാം, പേഴ്സൺ സി എന്ന് പറയുന്ന മൂന്നാമതൊരു ഇൻഡിവിജ്വലിന്, അതായത് സി എന്ന് പറയുന്ന പേഴ്സണ് ബാങ്കിന് ലോണായിട്ട് കൊടുക്കാം. അപ്പോൾ ലോണായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് സി എന്ന് പറയുന്ന ഇൻഡിവിജ്വലിൻ്റെ ഏത് അക്കൗണ്ടിലാണ് വരിക, അയാൾ ലോൺ എടുക്കുമല്ലേ, അപ്പോൾ ലോൺ എടുക്കുമ്പോൾ അത് ക്രെഡിറ്റ് അക്കൗണ്ടിൽ തന്നെ വരും. അതുകൊണ്ടാണ് നമ്മളുടെ പേഴ്സൺ സിയുടെ ഡെപ്പോസിറ്റ് ആയിട്ട് ഇത് കാണിക്കാനുള്ള റീസൺ. ക്ലിയർ ആയോ? ഡെപ്പോസിറ്റ് സൈഡിൽ ഇത് കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ എന്ന് പറയുന്നത് അയാളുടെ അക്കൗണ്ടിലേക്ക്, അയാളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത്, ക്രെഡിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിലേക്കാണ് ആ എമൗണ്ട് വരിക, ലോൺ എമൗണ്ട് വരുന്നത്. അങ്ങനെ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. നെക്സ്റ്റ് ഇതേപോലെ തന്നെ ആ 640ൽ നിന്ന് 20% പിടിച്ച് 128 ആണ് റിസർവായിട്ട് പിടിക്കുന്നത്. ബാലൻസ് 512 ആണ്. പിന്നീട് പേഴ്സൺ ഡിക്ക് ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കുന്ന എമൗണ്ട്, അതിൽ നിന്നും റിസർവ് 20% പിടിച്ച് 102 പിടിച്ചതിന് ശേഷം റിമൈനിങ് 410 ആണ് നെക്സ്റ്റ് ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കാനുള്ള എമൗണ്ട്. ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോകും. അറ്റ് ലാസ്റ്റ് നമുക്ക് ആ പ്രൈമറി ഡെപ്പോസിറ്റിൻ്റെ ടോട്ടലായിട്ട് 5000 റുപ്പീസാണ് അവിടെ പ്രൈമറി ഡെപ്പോസിറ്റ്, അതായത് 1000 റുപ്പിയിൽ നിന്ന് ഉണ്ടാക്കിയ ക്രെഡിറ്റ് ക്രിയേഷൻ വഴി കിട്ടിയ എമൗണ്ട് ആണ്. അത് ടോട്ടൽ 5000 റുപ്പീസായിട്ടും, അതുപോലെ ക്യാഷ് റിസർവ് ആയിട്ട് 1000 റുപ്പീസ്, ഈ 100 എമൗണ്ട് 100 റുപ്പീസ് എന്ന് പറയുന്ന ഡെപ്പോസിറ്റിൽ നിന്ന് റിസർവായി വെച്ച് അതിൽ നിന്ന് തന്നെയുള്ള ജനറേഷൻ, ക്രെഡിറ്റ് ജനറേഷനായിട്ട് 1000 റുപ്പീസ് ക്യാഷ് റിസർവ് ആയിട്ടും ക്രെഡിറ്റ് ക്രിയേഷനായിട്ട് 4000 റുപ്പീസുമാണ് അവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അതിൻ്റെ പ്രോസസ്സ് നമ്മൾ പറഞ്ഞു, നമ്മളെല്ലാ പ്രോസസ്സും ഇവിടെ കൊടുത്തു. ബാങ്ക് കീപ് 20% 640 ആൻഡ് അഡ്വാൻസ് റിമൈനിങ് റുപ്പീസ് 512 to person B. This process continues until the initial primary deposit of rupees 100 and initial additional reserve rupees 800 leads to additional derivative deposit of rupees 4000. അതിൻ്റെ എല്ലാം സമ്മാണ്
നമ്മൾ ഈ പറഞ്ഞ 4000. ആഡിങ് ഇനീഷ്യൽ ഡെപ്പോസിറ്റ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഡെപ്പോസിറ്റ് ആയിട്ട് ₹5,000 വരും. ഇൻ ദിസ് കേസ് ദ ക്രെഡിറ്റ് മൾട്ടിപ്ലയർ ഈസ് 5. ഇതിൽ ക്രെഡിറ്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് 5 ആണ്. റെസിപ്രോക്കൽ ഓഫ് ദ CRR, CRRന്റെ അപ്പോൾ നമുക്ക് മനസ്സിലായ ഇവിടെ ക്രെഡിറ്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് 5 ആണ്. റെസിപ്രോക്കൽ ഓഫ് CRR ആണ്. CRR എന്ന് പറഞ്ഞാൽ 20%. അപ്പോൾ 1/, റെസിപ്രോക്കൽ ഓഫ് CRR എന്ന് പറഞ്ഞാൽ 1/20%. 1/20% എന്ന് പറയുമ്പോൾ നമുക്കറിയാം 100/20 ആണ്. അപ്പോൾ അതിൽ 5 ആണ് നമ്മുടെ ക്രെഡിറ്റ് മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ. അപ്പോൾ ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് 5 ടൈംസ്. ഇപ്പോൾ നമുക്കിവിടെ ഓരോ വാല്യൂ നോക്കുമ്പോൾ നമുക്കറിയാം 5 ടൈംസ് ആണ് ക്രെഡിറ്റ് ക്രിയേഷൻ വന്നിരിക്കുന്നത്. 1000 ആയിരുന്നു പ്രൈമറി ഡെപ്പോസിറ്റ്, അതിൻ്റെ 5 ടൈംസ് 5000 ആണ് അതിൻ്റെ സം ഓഫ് പ്രൈമറി ഡെപ്പോസിറ്റ്. ക്യാഷ് റിസർവ് 200 ആണ്, അതിൻ്റെ 5 ടൈംസ് 1000 ആണ് അതിൻ്റെ ക്യാഷ് റിസർവിൻ്റെ സമ്മ്. അതേപോലെ ക്രെഡിറ്റ് ക്രിയേഷൻ 800 ആണ്, അതിൻ്റെ 5 ടൈംസ് 4000 ആണ് അവിടെയും ക്രെഡിറ്റ് ക്രിയേഷൻ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്രെഡിറ്റ് ക്രിയേഷൻ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ അനലൈസ് ചെയ്തത് ക്രെഡിറ്റ് ക്രിയേഷൻ ബൈ എ സിംഗിൾ ബാങ്ക് ആണ്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ് എക്സ്പാൻഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടേബിൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ആ പ്രോസസ്സ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അതിൽ കൺവേ ചെയ്യാൻ പറ്റണമെങ്കിൽ ഈ ഒരു ടേബിൾ ഇവിടെ എസെൻഷ്യലാണ്. ഓക്കെ, താങ്ക് യു.